ബിഗ് ബോസ് സീസൺ 6 ഡേ 4 ആണ്. പക്ഷേ ഡേ 3 ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയേണ്ടതുണ്ട്. ജാസ്മിൻ ജാഫർ, റോക്കി, ഗബ്രിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷൻ നിങ്ങൾ ഇന്നലെ വൈകിട്ട് കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഈ ലവ് ട്രാക്ക് ആരോപണങ്ങളൊക്കെ ഹൗസിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപിക്കുന്നതാണ്. പ്രേക്ഷകരും ഈ ലവ് ട്രാക്ക് ആണോ എന്ന് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ചില രീതികളുണ്ട്. ജാസ്മിൻ വല്ലാതെ ഒഫൻഡഡ് ആവുന്നുണ്ട്. എന്തിനാണ് അത്ര ഒഫൻഡഡ് ആവുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഹൗസിൽ നിന്നിട്ടും പുറത്തു നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണ്, അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ബിൽഡായതാണ്. റോക്കി ആരോപിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. അവിടെയാണ് ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ജാസ്മിൻ പെട്ടെന്ന് ഒരാളോട് ഫ്രണ്ടായി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സസൂക്ഷ്മം നോക്കേണ്ട ഒരു സംഗതിയായിട്ട് റോക്കിക്ക് തോന്നുന്നത്? അതൊരു ലവ് ട്രാക്കാണ്, അതേപോലെ തന്നെ അത് ഏതെങ്കിലുമൊക്കെ ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അല്ലെങ്കിൽ അവൾ ആ ഒരു ടൈപ്പാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു രീതി, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ടിപ്പിക്കലായിട്ടുള്ള നോക്കിക്കാണലുകൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. പക്ഷെ ആ ഒരു നോക്കിക്കാണലിനെ അല്ല ശരിക്കും ജാസ്മിൻ അവിടെ പേടിക്കുന്നത്. ആ ഒരു നോക്കിക്കാണലിലേക്ക് വരാം. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തന്നെ പറയേണ്ടത്, ജാസ്മിന് ഈ ഇമേജ് കോൺഷ്യസ് അല്ല എങ്കിൽ കൂടെ ഈ ജാസ്മിന്, നോറ അടക്കമുള്ള ആളുകൾ വലിയൊരു പ്രഷറിൽ കൂടെയാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. സമുദായ ബഹുമാനമുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവര്. എന്നാൽ ഇവർക്കൊക്കെ ഉള്ളിൽ ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഈ രണ്ടാളുകളും നിലവിൽ അവർ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ നോറ വിവാഹ മോചനം നേടിയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ജാസ്മിൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രണ്ടാളുകളും ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ ഹെയ്റ്റ് നേരിട്ടിട്ടുള്ള വ്യക്തികളാണ്. അതേപോലെ ഇവരുടെയൊക്കെ കണ്ടീഷനിങ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുപാടുകളിൽ ആളുകൾ പറയുന്നത് കേട്ടിട്ടോ എന്തുകൊണ്ടൊക്കെയോ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവർ വിവാഹത്തെ നോക്കിക്കാണുന്നുണ്ട്. ജാസ്മിൻ ഗബ്രിയോട് വേദനയോടെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും. എനിക്ക് വിവാഹം കഴിക്കേണ്ടതാണ്, ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ജാസ്മിനെ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ഗെയിമർ, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ പോലും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്നിട്ടാണ് റോക്കി ചോദിക്കുന്ന കാര്യങ്ങളോട് വളരെ ഒഫൻഡഡ് ആയിട്ട് ഇവർ പെരുമാറുന്നത്. ഈ ജാസ്മിൻ ജാഫറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും നോറയുടെ കാര്യം എടുത്ത് നോക്കിയാലും ഇവർക്ക് ഫാമിലിയിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ പ്രഷറുണ്ട്. ഇവർ അവരുടെ ഫാമിലിയിൽ നിന്ന് ടിപ്പിക്കലായിട്ടുള്ള ആ ഒരു ഓർത്തഡോക്സ് ചിന്താഗതിയിൽ നിന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് പുറത്ത് വന്നിട്ടാണ് സോഷ്യൽ മീഡിയ ലൈഫ് ക്രിയേറ്റ് ചെയ്തത്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കരിയർ കൊണ്ട് ഇവർ ഫാമിലിക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ സമുദായത്തിൽ അങ്ങനെയാണല്ലോ, ഈ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ആളുകളെ സമുദായത്തിൻ്റെ എല്ലാ നിയമങ്ങളും വിടാതെ പിന്തുടരും. അപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഉയർന്നു വന്ന ആളുകളാണ് എന്നുണ്ടെങ്കിലും സമുദായത്തിൻ്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ചുറ്റിനും എപ്പോഴും ഉണ്ടാവും. ജാസ്മിൻ ജാഫർ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിട്ടത് അദ്ദേഹത്തിൻ്റെ തല മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലായിരുന്നു. എന്നിട്ട് ഒരു സമയത്ത് അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി തല മറയ്ക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇദ്ദേഹം ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്തും ജാസ്മിനെ ഫോളോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ സർക്കിളുകളിലുള്ള ആളുകളും അല്ലാത്ത ആൾക്കാരും ആലോചിച്ച ഒരു കാര്യമുണ്ട്, ജാസ്മിൻ ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും ജാസ്മിനെ പ്രസന്റ് ചെയ്യുക. ആദ്യകാലങ്ങളിൽ ജാസ്മിന് നേരിട്ട ഹെയ്റ്റും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ജാസ്മിൻ അത്തരത്തിൽ ഒരു സമുദായത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് വസ്ത്രധാരണം നടത്തി അവരെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ പിന്നീട് റീച്ചായ സമയത്ത് ജാസ്മിൻ അവർ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. അങ്ങനെയൊന്നുമല്ല. ഈ സമുദായത്തിനെ തൃപ്തിപ്പെടുത്തി ഒരിക്കലും മുന്നോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തല മുഴുവൻ മറയ്ക്കണമെന്നുള്ളതാണ് മതങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ മുടി ഇത്തിരി കണ്ടാൽ അതൊരു വലിയ പ്രശ്നമാവും. അപ്പോൾ ഇത് ഒരു വലിയ ലോക്കാണ്. ഈ നോറ അതേപോലെ തന്നെ ജാസ്മിനെ പോലെയുള്ള ആളുകൾ ഈ ഒരു സ്ട്രഗിളിൽ നിന്നിട്ടാണ് ബിഗ് ബോസ് ഗെയിമിലേക്ക് വരുന്നത്. നോറയെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയാം. നോറ, ജാസ്മിൻ എന്നീ ആളുകളെ കുറിച്ചിട്ടൊക്കെ ബിഗ് ബോസിൽ അവർ നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്കെതിരെ ഉണ്ടാവുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകളെല്ലാം ഗെയിമിൻ്റെ ഭാഗമല്ല. അവർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്താനായിട്ട് വേറെ ചില ചിന്തയുമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മനസ്സിൽ വെക്കുക. അവർ അത്രയധികം പ്രഷറിൽ നിന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ നേടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവരും വ്യക്തികളാണ്, അവർക്കും കുടുംബമുണ്ട്, അവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിലയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമും ഉണ്ട്, പ്രേക്ഷകരുടെ ഒരു സൈബർ അറ്റാക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും കാരണം
അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടോ പിന്നീട് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കട്ടെ. ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കാണുക. സിജോ, റോക്കി പിന്നെ ഋഷി വല്ലപ്പോഴും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്കഷനിൽ അവർക്ക് തോന്നിയ ഒരു കാര്യമാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ പുറത്ത് നിന്ന് മീറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അവർ ഒത്തൊരുമിച്ച് ചില പ്ലാനുകളൊക്കെ ഇടുന്നുണ്ട്. സിജോ വലിയ കാര്യമായിട്ട് ഈ പറയുന്ന ഒരു കാര്യത്തിൽ ഇൻവോൾവ് അല്ല എന്നുണ്ടെങ്കിലും റോക്കിയെ ഇത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് റോക്കി കണ്ടെത്തുന്നതും റോക്കി ഇത് അന്വേഷിക്കാനായിട്ട് നടക്കുന്നതും ഒക്കെ ബിഗ് ബോസ് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മൾ കാണുന്നതാണ്. ഇത് തുറന്നു ചോദിക്കാനും റോക്കിക്ക് ഒരു മടിയില്ല. ജാസ്മിൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലവ് ട്രാക്ക് ആരോപണമാണ്, അതിനെയാണ് റോക്കി ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ലാത്തൊരു ഗെയിമായിട്ട് വന്നേനെ. പക്ഷേ ഇവിടെ ജാസ്മിൻ്റെ കാര്യത്തിൽ ചോദിക്കുമ്പോൾ അതൊരു വലിയ ഗെയിമൊന്നുമല്ല. കാരണം ജാസ്മിൻ പ്രേക്ഷകരോട് പല സിറ്റുവേഷൻസിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ ജാസ്മിൻ വിജയിക്കുന്നുണ്ട്. പിന്നെ ഗബ്രി ആണെങ്കിലും ഗബ്രി എന്താണ് എന്നുള്ളത് പല രീതിയിൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്കറിയാവുന്ന ഈ ഒരു കാര്യത്തിൽ ലവ് ട്രാക്ക് ആരോപിച്ച് പുറകെ നടക്കുക എന്ന് പറയുന്നത് ജാസ്മിനെതിരെ വെറുതെ ഹെയ്റ്റ് കൊണ്ട് നടക്കുന്നത് പോലെ പ്രേക്ഷകർ നോക്കിക്കാണത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ ജാസ്മിൻ്റെ ഗെയിം എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. റോക്കിയും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലവ് ട്രാക്ക് പറഞ്ഞ് ജാസ്മിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ജാസ്മിൻ എടുത്ത് അലക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അവർ ഭയങ്കര പവർഫുള്ളാണ്. മാറി നിന്ന് കരയുമെന്നുണ്ടെങ്കിലും ഒരു സ്പേസിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് ഒരാളോട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തെല്ല് ഇട പോലും ഡൗൺ ആവുന്ന ഒരു സ്വഭാവക്കാരി അല്ല അത്. അപ്പം റോക്കി വെറുതെ അവിടെ നിന്ന് കണ്ടതെല്ലാം കേൾക്കും. കഴിഞ്ഞ ദിവസം സിജോ നല്ല രീതിയിൽ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അത് സിജോയ്ക്കെതിരെയുള്ള വലിയ ട്രോളുകളായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റോക്കിയും കാര്യമായിട്ട് തന്നെ കേൾക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതാണ് ഇവർക്ക് നല്ലത്. റോക്കി ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഓഡിഷനിൽ കണ്ടില്ലേ, നിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നീ ആരെ കണ്ടാലും വെറുതെ വിടില്ല. ഇതാണ് ജാസ്മിനെ ഒഫൻഡഡ് ആക്കിയത്. കാരണം മുന്നേ ഞാൻ പറഞ്ഞതുപോലെയുള്ള സൈബർ അറ്റാക്കുകളിൽ ജാസ്മിൻ ഏൽക്കേണ്ടി വരുന്ന കമൻറ്റുകളുടെ പൊതു സ്വഭാവം ഇങ്ങനെയാണ്. ആ ഒരു ട്രോമ ജാസ്മിനുണ്ട്. ജാസ്മിനെ സ്ഥിരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ഒരു വിവാഹം മുടങ്ങിയ സമയത്ത് മറ്റൊരാളുമായിട്ട് ബന്ധം ആരോപിച്ച് ഇങ്ങനെ നമുക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എന്താണെന്ന് പറഞ്ഞാലും ജാസ്മിൻ അങ്ങനെയാണ്. ജാസ്മിൻ പണത്തിന് വേണ്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ആളുകൾ ഉന്നയിക്കുകയും ജാസ്മിൻ ഒരു വേളയിൽ അതിനുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കുകയും അതിനെ ആ ഒരു ഘട്ടത്തിൽ മുഴുവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് ആരോപണങ്ങൾ വരികയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ജാസ്മിൻ്റെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കമൻറ്റുകൾ ഇപ്പോൾ ആരുന്നയിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ട് എന്നുള്ള ഒരു പേടി ജാസ്മിനുണ്ട്. അതിൻ്റെ ഒരു തിക്തഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ. അവിടെയാണ് ജാസ്മിൻ വല്ലാതെ പകച്ചു പോകുന്നത്. ടോക്സിക് പേരൻറ്റിങ്ങിനെ കുറിച്ചിട്ടും ഡിപ്രഷനെ കുറിച്ചിട്ടും ഒക്കെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കേട്ടതാണ്. അപ്പോൾ ആ ഒരു പേരൻറ്റിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യാഥാസ്ഥികരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ വലിയ പേടിയുണ്ട്. അത് തന്നെ ബാധിക്കും. തൻ്റെ അനിയനൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ തന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ബാധിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ള പേടികളൊക്കെയാണ്. റോക്കിയുടെ നിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് വെറുതെ വിടില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ വളരെ റോങ് ആണ്. ഗബ്രി അതിനെ നേരിടുന്നുണ്ട്. ഗബ്രി വളരെ പക്വതയോടെ ആ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗബ്രി ഇപ്പോൾ പല സിറ്റുവേഷൻസിലും ഗെയിമിനെ നോക്കിക്കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഗബ്രി അതിനെ നേരിടുന്ന സമയത്ത് റോക്കിയെ നല്ല രീതിയിൽ ആട്ടി വിടുന്നുണ്ട്. അപ്പോൾ റോക്കി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ഗബ്രിയേലേ. ഇപ്പോൾ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു സാധനം മുഴുവനായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ റോക്കിയുടെ അടുത്ത് നിന്നാണ് കേട്ടത്. അപ്പോൾ ഈ റോക്കി ഗബ്രി ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വിഘടിച്ച് നിൽക്കാനായിട്ടുള്ളൊരു കാരണമായിട്ട് ഇപ്പോൾ ജാസ്മിൻ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ജാസ്മിൻ കൊടുക്കുന്ന ഒരു സ്ട്രോങ് പവർഫുൾ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കും. അതൊരിക്കലും ഈ ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പിനെ ഒന്നും ബാധിക്കില്ല. ശരിയാണ്, ആൺ പെൺ ഭേദമന്യേ നമ്മളുടെയൊക്കെ ഫ്രണ്ട്സിനോട്, പെൺകുട്ടിയായിരിക്കാം ആൺകുട്ടിയായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സിനോട് ചിലപ്പോൾ നമുക്കൊരു കൂടുതൽ കെയർ തോന്നും. അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചിലപ്പം അത് വിട്ടുകളയും. വേറെ ആരെങ്കിലും അത് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ്. അതൊരു ഹൗസാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ജാസ്മിൻ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ച് കഴിഞ്ഞ സീസണുകളിലൊക്കെ ആളുകൾ നാടകം കളിക്കുന്ന പോലെയുള്ള നാടകങ്ങൾ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് വന്നില്ല. തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള തൻ്റെ ഫ്രണ്ട് ആരാണോ അയാളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗബ്രി പറയുന്ന സ്ട്രോങ് ആയിട്ട് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പറയാൻ ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഫാദർ അടക്കമുള്ള ആളുകൾ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അതൊരു സ്ട്രോങ് മെസ്സേജാണ്. അപ്പം അങ്ങനെയുള്ള നാടകങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സീസൺ മികച്ചതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ പഴയകാല വസന്ത ആരോപണങ്ങൾ റോക്കിയൊക്കെ ഉന്നയിക്കുന്നത് ഒരു പരിധി വരെ കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് സക്സസ്സിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് റോക്കി ഇപ്പോൾ ഗബ്രിയെയും ജാസ്മിനെയും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊന്ന് കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഗെയിം ഡൗൺ ആവുകയും ചെയ്യും.
ഇപ്പോൾ രതീഷ് ഇങ്ങനെ കോമാളി കളിച്ച് ആ സൈഡിലൂടെ പോവുകയും ചെയ്യും, ജാസ്മിൻ കയറി വരികയും ചെയ്യും. ജാസ്മിന് ഒത്തിരിയധികം സൈഡിൽ നിന്നിട്ട് ഗെയിം കളിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ ആൾക്കാരും ഇട്ട് കൊടുക്കുന്നുണ്ട്. രതീഷ് ലോജിക്കില്ലാത്ത അലമ്പ് വർത്താനം കാണിച്ച് സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നിടത്ത് ജാസ്മിൻ ഈ പറയുന്ന റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിന്റെ ഇടയിൽ നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതൊരു നൈസ് പരിപാടി തന്നെയാണ്. ഇതിനുശേഷം ക്യാരക്ടർ അസാസിനേഷൻ ആരോപിക്കുന്നുണ്ട്. നീ കുത്തിത്തിരിപ്പുകാരിയാണ്, അസൂയക്കാരിയാണ്, നീ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ അപവാദം റോക്കി ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ അതിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നീ പെണ്ണാണോ എന്ന് ഡൗട്ട് ഉണ്ട് എന്ന് റോക്കി ചോദിച്ച സമയത്ത് അതും വളരെ മോശമായിട്ടുള്ള ഒരു ഇതാണ്. ഈ പെണ്ണ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെണ്ണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുന്ന ചില പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ അതിനകത്തുണ്ട്. പക്ഷേ ഹൗസിൽ ആരും അതിനകത്ത് വലിയ ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ ജാസ്മിൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ ചോദിക്കില്ല എൻ്റെ മാന്യത കൊണ്ട്, നീ തിരിച്ചു ചോദിച്ചോ എന്ന് റോക്കി പറയുന്നുണ്ട്. ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, താൻ ഒരു പെണ്ണാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം പിന്നെ മറ്റേത് ഇല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോയി, അത് ആവിയായിപ്പോയി. കാരണം അപ്പോൾ റോക്കി തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതെന്നെ പെണ്ണായ കുഴപ്പം, നീ കുറച്ച് കാണുന്നുണ്ടല്ലോ പെണ്ണുങ്ങളെ. അപ്പം നേരെ തിരിച്ച് ബാലൻസായി. നമ്മുടെ രതീഷ് ആൻഡ് സുരേഷിൻ്റെ കേസിലുള്ളതുപോലെ അത് ബാലൻസ് ആയിപ്പോയി. സീസൺ 6 എല്ലാം ചെറിയ ഒരു നിലവാരമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു റേഞ്ച് ലെവലിൽ താഴെയുള്ള സാധനമാണ്. ശരിക്കും കണ്ടന്റ് വാല്യൂ തന്നെ ഇല്ല. പിന്നെ പുറത്തു നിന്നുള്ള ടോക്സിക് ടീമിന് എന്തെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കും ഈ ജാസ്മിൻ്റെ കേസൊക്കെ നമ്മൾ എടുത്തു പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.